പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വിറ്റ് കിട്ടുന്ന തുക പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് മലപ്പുറത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ. വേങ്ങര ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് സേവനരംഗത്ത് ഏവർക്കും മാതൃകയാകുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ച് ഗ്രാമത്തെ ശുദ്ധീകരിക്കുക എന്ന വലിയ ലക്ഷ്യവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ കൈകോർക്കുകയാണ്. മലപ്പുറം വേങ്ങര ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ആഴ്ചയിൽ ഒരു ദിവസം സ്വന്തം വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കും. പ്ലാസ്റ്റിക് ഫ്രണ്ട്ലി ഡേ എന്ന പേരിൽ എല്ലാ വ്യാഴാഴ്ചയുമാണ് ഇവരുടെ പ്ലാസ്റ്റിക് ശേഖരണം. ഇതോടൊപ്പം സമീപവാസികളുടെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നുണ്ട്. സ്കൂൾ അധികൃതരുടെ പൂർണ്ണ പിന്തുണ ഈ കൂട്ടുകാരികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പിന്നീട് പ്ലാസ്റ്റിക് റീസൈക്കിൾ കമ്പനിക്ക് കൈമാറും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈമാറുന്നതിന് കമ്പനിയുമായി ധാരണയിലെത്തിയിട്ടുമുണ്ട് ഈ കൂട്ടുകാർ. 2 ഘട്ടമായി 200 കിലോ മാലിന്യങ്ങൾ ഇവർ കമ്പനിക്ക് കൈമാറിക്കഴിഞ്ഞു. ഇതിന് നല്ലൊരു തുക കമ്പനി അധികൃതർ വിദ്യാർത്ഥികൾക്ക് പ്രതിഫലമായും നൽകി. ഈ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സ്കൂളിലെ നിർധനരായ സഹപാഠികളുടെ പഠന സഹായത്തിനും ചെലവഴിക്കാനാണ് ഇവരുടെ തീരുമാനം. പ്ലാസ്റ്റിക് ശേഖരണത്തോടൊപ്പം പ്ലാസ്റ്റിക്കിന്റെ വിപത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വീട്ടുടമസ്ഥരുമായി പങ്കുവയ്ക്കുന്നുണ്ട് ഈ വിദ്യാർത്ഥിനികൾ. സത്യത്തിൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശത്രുവല്ല മിത്രമാണെന്ന് തെളിയിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ. കാരണം മനുഷ്യനാണ് അതിൽ വേസ്റ്റ് നിറച്ചിട്ട് റോഡരികിലും മറ്റും തള്ളുന്നത്. എന്നിട്ട് പ്ലാസ്റ്റിക്കിന് മനുഷ്യർ തന്നെ കുറ്റം ചുമത്തുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ഇറക്കിയത്. പ്ലാസ്റ്റിക് കൊണ്ട് എല്ലാവരും ഇന്ന് പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഈ റീസൈക്കിൾ ഫാക്ടറിക്ക് പ്ലാസ്റ്റിക് അയക്കുക എന്ന പദ്ധതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. സ്കൂളിലെ NSS യൂണിറ്റ് ആരംഭിച്ച പദ്ധതി 3ാം ക്ലാസ് മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെയുള്ള 2200 വിദ്യാർത്ഥിനികൾ ഏറ്റെടുക്കുകയായിരുന്നു. അടുത്ത ഘട്ടമായി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനും ഇവർക്ക് പദ്ധതിയുണ്ട്. കുട്ടികളുടെ വാർത്ത, ജയ്ഹിന്ദ് ന്യൂസ്.